ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്താണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഗാന്ധിയുടെ പ്രതീകമാണ് മോദിയെന്നും ഇതുപോലൊരു പ്രധാനമന്ത്രി വേറെയില്ലെന്നുമായിരുന്നു ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമിയുടെ പ്രശംസ. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമെന്നാണ് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയെ മോദി വിശേഷിപ്പിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. ഗുരുവചനങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. ഗുരുവിന്റെ ആശയങ്ങൾ ലോക മാനവികതയ്ക്ക് വേണ്ടിയെന്നും മോദി. उनका विश्वास समरसता और समानता में था. उनका विश्वास सत्य, सेवा और सौहार्द में था. यही प्रेरणा हमें सबका साथ सबका विकास का रास्ता दिखाती है. പ്രസംഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറും മോദി പരാമർശിച്ചു. ഇന്ത്യക്കാരുടെ ചോര വീഴ്ത്തിയവർ സുരക്ഷിതമായി കഴിയാമെന്ന് കരുതേണ്ട. ഭാരതത്തിന്റെ സാമർഥ്യം ലോകം കണ്ടുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മതഭേദങ്ങൾക്കപ്പുറം രാജ്യ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന മഹാനാണ് നരേന്ദ്രമോദിയെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. നിരവധി പ്രധാനമന്ത്രിമാർ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഇതുവരെ ഇങ്ങനെയൊരു പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ലെന്നും സ്വാമി സച്ചിദാനന്ദ. എല്ലാവിധമായ മതഭേദങ്ങൾക്കും അപ്പുറത്ത് രാജ്യത്തെ കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്ക് ഭാരതത്തിനുള്ളത്. മോഡിജിയെ ഞങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ തന്നെ ആത്മപ്രതീകമായിട്ടാണ്. ശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഗുരുസന്ദേശങ്ങൾക്കൊപ്പം രാഷ്ട്രീയ പ്രസംഗം കൂടി നടത്തിയ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഭരണനേട്ടങ്ങൾ ആവർത്തിച്ച് കേരളത്തിലെ ഭൂരിഭാഗം ജനവിഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലാമെന്നാണ് കണക്കുകൂട്ടൽ. 24 ഡൽഹി.